വാതോരാതെ കേരളം മൊത്തം പറയുന്നത് പത്തനാപുരം വികസനത്തിന്റെ മണ്ഡലമാണ്. എന്തിന് വാഴ്ത്തിപ്പാടിയ സൂരജ് പാലക്കാരൻ ആ വാ കൊണ്ട് തൂരി മെഴുകിയില്ലേ? പുള്ളി എന്തുവാ പറയുന്നത്? ശരിയാക്കാന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ നാളിതുവരെ ശരിയായിട്ടില്ല. വർഷങ്ങളൊന്നു കഴിഞ്ഞ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്ഥല MLA മാത്രമാണ്. കിഫ്ബി ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിലൊരു പങ്കുമില്ല. തേങ്ങ ഒടിച്ച് എല്ലാം ഉടഞ്ഞു പോയി. ഇത്രയും വലിയ കഷ്ടകാലം ഉടഞ്ഞു കയറി വന്നതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. MLA ഇത് ശാശ്വതമായ ഒരു നിർമ്മാണമാണെന്ന് വെച്ച് അപ്പോൾ അദ്ദേഹം അന്നേരം ചുറ്റുള്ള ക്യാമറകളെല്ലാം ഓഫ് ചെയ്ത്. അപ്പം നമ്മൾ ചോദിക്കുന്നത് വെളിയോട്ട് പോകരുത്, കാരണം നമ്മൾ വളർന്ന അവന് പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മരണ വീട്ടിലല്ല, കാരണം മരണ വീട്ടിൽ നിൽക്കുന്ന പ്രതീതിയാണ്. ഇപ്പോൾ നിൽക്കുന്നത് പുന്നലയിലാണ്. പുന്നലയിൽ 2 വർഷക്കാലമായിട്ട് പത്തനാപുരത്തിൻ്റെ ആദരണീയനായ MLAയും കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ മാമലനാടിൻ്റെ മാനസപുത്രൻ KB ഗണേഷ് കുമാർ ചതിച്ച നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. FBR ടെക്നോളജിയിൽ, ജർമ്മൻ ടെക്നോളജിയിൽ ഒരു റോഡ് വരുന്നതെന്ന് പറഞ്ഞ് 2 വർഷക്കാലമായി ഈ പുന്നല നിവാസികളെ, പുന്നല മാത്രമല്ല കേട്ടോ, പത്തനാപുരം മുതൽ പുന്നല വരെയും പത്തനാപുരം മുതൽ ഏനാത്ത് വരെയുമുള്ള റോഡ് ആകെ നാശകോശമായി കിടക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ച് ജാതി മതഭേദമന്യേ ഒരു നാട് മുഴുവൻ ഈ പുന്നലയിൽ വന്നിരിക്കുകയാണ്. കാരണം പായസം വെച്ച് അവർ പ്രതിഷേധം അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചയിലേക്ക് പോവാം. കഴിഞ്ഞ മണ്ഡലകാലം ഇതേ സമയത്ത് നേരെ വന്ന് അങ്ങ് മിഷനിട്ടങ്ങ് ഒരു ബോർഡും ഇല്ല, ഒന്നുമില്ല, അറിയിപ്പും ഇല്ല, ഒന്നുമില്ല. വന്ന് മിഷൻ അങ്ങ് പൊളിക്കുക. നല്ല ടാർഗറ്റഡ് റോഡ് അങ്ങ് പൊളിക്കുക. അപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം കൂടെ വന്ന് തടഞ്ഞവിടെ ഇട്ട ശേഷം കിഫ്ബിയുടെ എയും ബാക്കിയുള്ളവരെല്ലാം വിളിച്ചു വരുത്തി. അന്ന് ഇതിൻ്റെ നിർമ്മാണ കമ്പനിയുടെ ആൾക്കാരും പഞ്ചായത്തിൽ പോയിരുന്ന് ഇവരെല്ലാവരുടെ കമ്മിറ്റി കൂടി തീരുമാനം എടുത്തോണ്ട് ഇങ്ങനെ വന്ന്. അപ്പം ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾ പഞ്ചായത്തിൽ ഇരുന്ന് എന്ത് തീരുമാനിച്ചു എന്നുള്ളത് നമുക്കറിയണ്ട, നമുക്ക് ഈ സാധനം ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് പൊടി പറക്കും. അപ്പോൾ അതിനെല്ലാം ശാശ്വത പരിഹാരം കണ്ട ശേഷം മാത്രം നിർമ്മാണം ആരംഭിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അന്നേരം AE എല്ലാവരും പറഞ്ഞ് ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവാതെ എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞാൽ പോരാ, MLA സ്ഥലത്ത് വന്ന് പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം MLA അന്ന് അവിടെ നിന്നുകൊണ്ട് AEയും പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം വിളിച്ച് ഞങ്ങൾ പറഞ്ഞു ഫോണിൽ കൂടെ കേൾപ്പിച്ചാൽ മതി. ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട്, ഫോണിൽ കൂടെ നിങ്ങൾ കേൾപ്പിച്ചാൽ മതി. MLA പറയുന്നു, MLAയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ഈ നിർമ്മാണം നടക്കുന്നു, ഇതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് MLA വാക്ക് എന്നാൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അതിനുശേഷം MLA സ്ഥലത്തെത്തി ഈ വിഷയത്തിൽ ഒരു വിഷയം ഉണ്ടാവില്ല, ഇത് പൂർണ്ണമായിട്ടും സക്സസ് ആകുമെന്ന് പറഞ്ഞ് അപ്പോൾ കൂടെ ഇന്നരെല്ലാം കൈയടിച്ച് പാസ്സാക്കിയ എല്ലാം ആയി. അത് കഴിഞ്ഞ് MLA തിരിഞ്ഞ് നടന്നപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, MLA ഇത് ശാശ്വതമായ ഒരു നിർമ്മാണമാണെന്ന് വെച്ച് അപ്പോൾ അദ്ദേഹം അന്നേരം ചുറ്റുള്ള ക്യാമറകളെല്ലാം ഓഫ് ചെയ്ത്. അപ്പം നമ്മൾ ചോദിക്കുന്നത് വെളിയോട്ട് പോകരുത്, കാരണം നമ്മൾ വളർന്ന അവന് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴ്ത്തണമല്ലോ. അന്നേരം ക്യാമറകളെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, ഇത് കൃത്യമായ ഒരു നിർമ്മാണ രീതിയാണോ? കാരണം പൂഴിമണ്ണിനകത്ത് സിമെൻറ്റ് മിക്സ് ചെയ്ത് ഉറപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത് എത്ര നാൾ ഇവിടെ കിടക്കും? ഈ മലയിൽ നിന്ന് കുത്തൊലിച്ച് വെള്ളം ഇറങ്ങി വരുന്നതിനകത്ത് ഇതിവിടെ കിടക്കുമോ? ഇത് നല്ല രീതിയിൽ ഓട ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കിടക്കും 2 സൈഡിൽ. അതൊന്നും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ മലയ്ക്കകത്ത് കൊണ്ടുവന്ന് ഈ സാധനം ചെയ്താൽ കിടക്കുമെന്ന് ചോദിച്ചപ്പം പിന്നെ ഇതുപോലൊരു നല്ല രീതി വേറെ ഇല്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ ഇനി എന്ത് വന്നാലും ജനം തന്നെ അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിഞ്ഞ് നടന്നു. അവർ താഴോട്ട് പോവുകയും ചെയ്തു. അതിന് ശേഷമാണ് ഇത് ഇത്രയും വശക്കേടായതും ഇതായിത്തീരുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്ഥല MLA മാത്രമാണ്. കിഫ്ബി ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിലൊരു പങ്കുമില്ല. അവർ പോലും നിരപരാധികളാണ്. കാരണം അത് ചാനലിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ചാനലല്ലേ ഉള്ളത്. ഞാൻ പറയുന്നത് കേട്ടങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തുടങ്ങിയ വർക്കായത്. കാരണം തേങ്ങ ഓടിച്ചിട്ട് എല്ലാം ഇതൊന്ന് ഉടഞ്ഞു പോയി. അതല്ല, തേങ്ങ ഓടിച്ച് എല്ലാം ഉടഞ്ഞു പോയി. ഇത്രയും വലിയ കഷ്ടകാലം ഉടഞ്ഞു കയറി വന്നതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പക്ഷെ അനുഭവിക്കുന്നത് ജനങ്ങളാണ്. അത് കഴിഞ്ഞിടയ്ക്ക് ഒരു പരിപാടിക്ക് വന്ന് 25 വണ്ടി പോലീസ് വേണ്ടി വന്ന് സ്വന്തം മണ്ഡലത്തിൽ വാതോരാതെ കേരളം മൊത്തം പറയുന്നത് പത്തനാപുരം വികസനത്തിന്റെ മണ്ഡലമാണ്. എന്തിന് വാഴ്ത്തിപ്പാടിയ സൂരജ് പാലക്കാരൻ ആ വാ കൊണ്ട് തൂരി മെഴുകിയില്ലയോ? അത്രേ ഉള്ളൂ സംഭവം. കുട്ടികളുണ്ട്, അവർക്ക് ബസ്സിനൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. റോഡും എല്ലാം ഒരു ഓടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആഴ്ചകളിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി കെട്ടണം. പുള്ളി എന്തുവാ പറയുന്നത്? ശരിയാക്കാന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നാളിതുവരെ ശരിയായിട്ടില്ല. വർഷങ്ങളൊന്നു കഴിഞ്ഞ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് കോളേജിലൊക്കെ വേണം. ബസ്സിൻ്റെ സമയത്തിന് ഓടി വരുമ്പോൾ വണ്ടിക്കകത്ത് ആക്സിഡൻറ്റ് ഒരുപാട് പറ്റിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ട് കോളേജിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരണം, അപേക്ഷയാണ് ഞങ്ങളുടെ റോഡ്. നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണാം, ഞങ്ങളുടെ റോഡ് കണ്ടു കാണും. 1 വർഷമായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ചരമവാർഷികം, ഞങ്ങളുടെ റോഡിൽ ആദ്യത്തെ ചരമവാർഷികം ഞങ്ങളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റീത്ത് വെച്ചു, പായസ വിതരണം നടത്തി കിട്ടി.
പായസ വിതരണം നടത്തി ഒരു ഒന്നാം ചരമവാർഷികം ഞങ്ങൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുരിതം പിടിച്ച വീടുമണി കുന്നല നിവാസികളുടെ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ വാഹനത്തിനോ വർക്ക്ഷോപ്പിൽ കയറ്റി എൻ്റെ വാഹനം ഒരു പരുവായി. വാഹനം മാത്രമല്ല, ഞങ്ങളുടെ ശരീരം ഈ റോഡിലൂടെ നടന്നും വണ്ടിയിലും പോയും ഞങ്ങളുടെ ശരീരത്തിനും ആരോഗ്യമില്ല, ഞങ്ങളുടെ വാഹനവും നശിച്ചു. എത്രയും പെട്ടെന്ന് ആരാണോ ഞങ്ങൾക്ക് ഇടപെടേണ്ടത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഞങ്ങളുടെ ഈ റോഡ് നന്നാക്കി തരണം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇത് റോഡിൻ്റെ ജോയിചാഞ്ചനാവസ്ഥ കാരണം കൊണ്ടും പിന്നെ കുണ്ടും കുഴിയായിട്ട് കിടക്കില്ലേ, നാട്ടുകാർക്ക് പോകാനും വരാനും ഒന്നും പറ്റത്തില്ല. അതിൻ്റെ അനുസരിച്ച് പായസം വെച്ച് എല്ലാവരും ചേർന്ന് പൊതുജനങ്ങളെല്ലാം ചേർന്ന് ഓൺലൈൻ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അപ്പോൾ പുല്ലൂർ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു DYSP ഓഫീസിൽ നിങ്ങളുടെ അപേക്ഷ റിജക്ട് ചെയ്തെന്ന്. ഞാൻ DYSP ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ റിജക്ട് ചെയ്തിട്ടില്ല. പത്തനാപുരം CA പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവാദം തരാമെന്ന് പറഞ്ഞു. പത്തനാപുരം SHO പറഞ്ഞത് ഞാൻ നിസ്സഹായനാണെന്നാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഇതിന്റെ പിന്നിൽ കരുത്ത കൈകളുണ്ട്. ഇത് ഒരു പ്രദേശത്തിന്റെ വികസനത്തിന്റെ എതിരാണ് നിൽക്കുന്നത് ആൾക്കാർ. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഇത്രയും ജനങ്ങൾ, ആബാലവൃദ്ധ ജനങ്ങൾ ഈ പുന്നലയിൽ സംഗമിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അധികാരികൾ മനസ്സിലാക്കണം. ഇവിടെ ജനങ്ങൾ ഒത്തുകൂടിയാൽ നിങ്ങൾക്ക് രക്ഷയില്ല. അടുത്ത ഇലക്ഷനിൽ വോട്ടായി ജനം നിങ്ങളോട് മറുപടി പറയുമെന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാത നന്നാക്കി തരണമെന്നൊരു ഒറ്റ ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എത്രയും വേഗം ഈ പാത നവീകരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്തതായി ഒരു മനുഷ്യ ചങ്ങല സൃഷ്ടിക്കും. ആ മനുഷ്യ ചങ്ങല ഈ പുന്നലയുടെ വിരിമാറിൽ മനുഷ്യ കോട്ടയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.